ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് കുറുമയുടെ റെസിപ്പി കണ്ടാലോ. ഇതെല്ലാവർക്കും അറിയാം ഈ റെസിപ്പി, എങ്കിലും ഇത് ഞാൻ ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിനുവേണ്ടി ഒരു 3 മീഡിയം സൈസിലുള്ള സവാളയും 2 തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റും പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫും ഇതൊക്കെ കൂടെ ഒരുമിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് അത് വേവിക്കുക. ഈ ടൈമിൽ വേറൊരു പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൽ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടിയും കൂടെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. കുറുമയിൽ സാധാരണ മുളക് പൊടി ചേർക്കാറില്ല. ചിലർ ചേർക്കും, ചിലർ ചേർക്കത്തില്ല. ഇതിൽ എരിവിന് വേണ്ടി നമ്മൾ വേറെ ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ആക്കുന്നത്. എന്നിട്ട് ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കണം. ഈ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ബീഫ് വേവാൻ വെച്ചതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളകും ചില്ലിയും കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് അടിച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ എരിവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ എരിവിന് വേണ്ടത് അതനുസരിച്ച് എടുത്താൽ മതി. ഞാൻ 5 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് എടുത്തത്. അപ്പോൾ ഇതൊക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളൊരു 80% വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ എടുത്ത് ഇതിൽ ഒഴിക്കണം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചാൽ ഇതിൻ്റെ ആ ഒരു ഡാർക്കായിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെ വരത്തോളും. ഇതൊന്ന് കുറുകി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 പിടി തേങ്ങ നന്നായിട്ട് വെള്ളമൊഴിച്ച് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. അത് തേങ്ങ പാലെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് പേസ്റ്റായിട്ട് എടുക്കുമ്പോഴത്തേനും നല്ല തിക്നെസ്സോടെ ഇരിക്കും. എന്നിട്ട് പിന്നെയും കുറച്ച് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം. വേറൊരു പാനിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളിയും പിന്നെ വറ്റൽമുളകും നമ്മുടെ മല്ലി ഇലയില്ലേ അതും കൂടെ നമ്മൾ വറുത്ത് ഇതിലെന്താ താളിച്ചൊഴിക്കണം. താളിച്ചൊഴിച്ച് തിളയ്ക്കുന്നത് കണ്ടോ. അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഫുഡി ഫൈസ് കഴിച്ചിട്ട് എങ്ങനെയാണ് നോക്കാം. കറിയുള്ളാവോ? അപ്പം ഇക്കാക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, ഇക്ക അതിൻ്റെ നല്ലയൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഓക്കെ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബൈ.